മയക്കുമരുന്നിൻ്റെ മാരക ലോകം. അതിലേക്കുള്ള വഴി കൂടിയാണ് ഡാർക്ക് വെബ്. ഡാർക്ക് വെബിലൂടെ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ബാബു എന്ന 29-കാരൻ നടത്തിയത് 700ഓളം ഇടപാട്. കെറ്റാമെലോൺ എന്ന പേരിൽ പ്രവർത്തിച്ച രാജ്യത്തെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖല വഴിയായിരുന്നു എഡിസൺ ബാബുവിൻ്റെ ഇടപാടെന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കണ്ടെത്തി. എഡിസൺ ചില്ലറക്കാരനല്ല, ഡാർക്ക് വെബ് ലഹരി സാമ്രാജ്യത്തിലെ തലവനാണ്. മെക്കാനിക്കൽ എഞ്ചിനീയർ ജോലി ഉപേക്ഷിച്ച് മയക്കുമരുന്ന് ഇടപാടിലേക്ക് കടന്നയാളാണ് എഡിസൺ. 2 വർഷത്തിനിടെ 5 മുതൽ 10 കോടി രൂപയുടെ ഇടപാട് നടത്തിയിരിക്കാമെന്ന് NCBയുടെ കണക്കുകൂട്ടൽ. എഡിസനെ പിടികൂടിയപ്പോൾ 1127 LSD ബ്ലോട്ടുകളും 131.66 ഗ്രാം കെറ്റാമൈനും 70 ലക്ഷം രൂപ മൂല്യമുള്ള ക്രിപ്റ്റോ കറൻസി, ഒരു ഹാൻഡ്വെയർ വാലറ്റ് അടങ്ങിയ ലാപ്ടോപ്പും പിടിച്ചെടുത്തു. ഡാർക്ക് നെറ്റ് ഇടപാടുകൾക്കായി എഡിസൺ വീട്ടിലെ മുറിയിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയതായി കണ്ടെത്തി. ജൂൺ 28-ന് എഡിസന്റെ പേരിൽ ഫോറിൻ പോസ്റ്റ് ഓഫീസിലെത്തിയ 3 തപാൽ പാഴ്സലുകളിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നി. ഇവർ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയെ വിവരമറിയിച്ചു. ഇതിൽ നിന്നാണ് എഡിസണുമായി ബന്ധപ്പെട്ട മാരക മയക്കുമരുന്ന് ലോകത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്ക് വഴി തെളിയുന്നത്. തുടർന്ന് ഡാർക്ക് വെബ് രഹസ്യ കോഡുകളടക്കം കണ്ടെത്തിയാണ് എഡിസനെ അന്വേഷണ സംഘം വലയിലാക്കിയത്. എഡിസന്റെ ഡാർക്ക് വെബിലൂടെയുള്ള ലഹരി കച്ചവടത്തിന്റെ വഴി ഇങ്ങനെ: ആഗോള LSD വിതരണക്കാരനായ ഡോക്ടർ സോയൂസ് ശൃംഖലയിൽ നിന്ന് മയക്കുമരുന്നായ LSD വാങ്ങും. ഇടപാട് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച്. ഫോറിൻ പോസ്റ്റ് ഓഫീസിലേക്ക് തപാലിലാണ് ഇങ്ങനെ ഓർഡർ ചെയ്യുന്ന ലഹരി എത്തുക. ഇത് ആഭ്യന്തര കൊറിയർ സംവിധാനം ഉപയോഗിച്ച് ഇടപാടുകാർക്ക് വിതരണം ചെയ്യും. ബംഗളൂരു, ചെന്നൈ, ഭോപ്പാൽ, പട്ന, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലേക്കാണ് അയക്കുന്നത്. ഇയാളുടെ പേരോ വിവരങ്ങളോ വാങ്ങുന്നവർ അറിഞ്ഞിരുന്നില്ല. സംശയം തോന്നാതിരിക്കാൻ ഓരോ തവണയും വ്യത്യസ്ത പട്ടണങ്ങളിലെ ആഭ്യന്തര കൊറിയർ സംവിധാനങ്ങളാണ് ഉപയോഗിച്ചത്. 2 വർഷമായി എഡിസൺ ഡാർക്ക് വെബ് ഉപയോഗിച്ച് ലഹരി കച്ചവടം നടത്തുന്നതാണ് വിവരം. ഇംഗ്ലണ്ടിൽ നിന്നാണ് മയക്കുമരുന്ന് എത്തിച്ചത്. LSD ബ്ലോട്ടുകൾ ഓരോന്നിനും 2500 മുതൽ 4000 രൂപ വരെ വിലയുണ്ട്. വിപണനം ചെയ്യുന്ന മയക്കുമരുന്നിന്റെ തോതും വിലയും അടിസ്ഥാനമാക്കി ഡാർക്ക് നെറ്റിലെ കാർട്ടലുകൾക്ക് 1 സ്റ്റാർ മുതൽ 5 സ്റ്റാർ വരെ റേറ്റിംഗ് നൽകുന്നുണ്ട്. ഇതിൽ ഇന്ത്യയിലെ ഏക ലെവൽ 4 ഡാർക്ക് നെറ്റ് ഇടപാടുകാരനായിരുന്നു എഡിസൺ എന്ന് NCB പറയുന്നു. എന്തുകൊണ്ട് ഡാർക്ക് നൈറ്റ് എന്ന ചോദ്യം സ്വാഭാവികം. ഗൂഗിൾ പോലുള്ള ബ്രൗസറുകളോ സെർച്ച് എഞ്ചിനുകളോ ഉപയോഗിച്ച് പ്രവേശിക്കാനാകില്ലെന്നതും ടോർ പോലുള്ള പ്രത്യേക സോഫ്റ്റ്വെയറുകളും കോൺഫിഗറേഷനുകളും ആവശ്യമുള്ളതുമാണ് ഡാർക്ക് നൈറ്റ്. എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശങ്ങളാണ് ഇടപാടുകാർ തമ്മിൽ നടത്തുകയെന്നതിനാൽ ഇതിലേക്ക് നുഴഞ്ഞു കയറുക എളുപ്പമല്ല. ഏതെങ്കിലും ഇടപാടുകാർ വലയിൽ കുടുങ്ങിയാലും എല്ലാ കണ്ണികളെയും പിടികൂടാനാകില്ല. അന്വേഷണ സംഘങ്ങൾ സമീപിച്ചാലും ചില രാജ്യങ്ങൾ ഡാർക്ക് നൈറ്റ് വിവരം കൈമാറുകയുമില്ല. ഇതുകൊണ്ടാണ് ഈ ഇരുട്ടിൻ്റെ വഴി ഇക്കൂട്ടർ തിരഞ്ഞെടുക്കുന്നത്.